സുബി ബാങ്ക് കൊടുക്കുക വെള്ളം കുടിക്കട്ടെ. ഫൗസി, വെള്ളത്തിന്റെ കുപ്പി മുഴുവനാക്കാതെ താഴ്ത്തു വെക്കരുത്, മുഴുവൻ കുടിക്കേ. അതെന്താ താഴ്ത്തു വെച്ചാല്? അള്ളാഹുവിന്റെ റസൂലായ മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബാങ്ക് കൊടുക്കുന്ന സമയം നമ്മുടെ കയ്യിൽ വെള്ളത്തിന്റെയോ ഭക്ഷണത്തിന്റെയോ പാത്രമുണ്ടെങ്കിൽ അത് മുഴുവനാക്കാതെ താഴ്ത്തു വെക്കാൻ പാടില്ല. അൽഹംദുലില്ലാ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതെനിക്ക് പുതിയ അറിവാ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം നല്ല മാതൃകകളാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അല്ലേ. അള്ളാഹു തആല മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവർ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ കണ്ട വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്താണ്? വെള്ളപ്പാത്രം കുടിക്കാനൊരുങ്ങുന്ന സമയത്ത് ബാങ്ക് കൊടുത്തപ്പോൾ വെള്ളപ്പാത്രം കുടിക്കുന്നതിനെ റദ്ദാക്കി. അപ്പോൾ ഒരു പെണ്ണ് പറയുകയാണ്, വെള്ളം കയ്യിലുണ്ട സമയത്ത് ബാങ്കായാൽ ആ വെള്ളം മുഴുവനും കുടിക്കുക. നമ്മുടെ മുത്ത് മുസ്തഫ തങ്ങൾ പറഞ്ഞതാണ്, ഭക്ഷണമോ വെള്ളമോ കയ്യിലുണ്ടെങ്കിൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അത് മുഴുവനും തീർത്ത് പിന്നീട് നിർത്തിയാൽ മതി എന്ന്. ഇത് പറഞ്ഞ ഹദീസ് ശരിയാണ്, പക്ഷേ അത് സുബഹി ബാങ്കിനോടുള്ള ബന്ധപ്പെട്ട വിഷയമല്ല. അത് സുബഹി ബാങ്കിന് മുമ്പുള്ള തഹജ്ജുദിൻ്റെ ബാങ്കിനെ കുറിച്ചാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. അപ്പോൾ തഹജ്ജുദിൻ്റെ ബാങ്ക് ആകുമ്പോൾ ബാങ്ക് കേട്ട ഉടനെ തന്നെ ഭക്ഷണം നിർത്തേണ്ടതില്ല. സുബഹി നിസ്കാരത്തിൻ്റെ ബാങ്ക്, രണ്ടാമത്തെ ഫജ്റിൻ്റെ ബാങ്ക്, അത് കേൾക്കുന്ന സമയത്ത് ബാങ്കിൻ്റെ സമയമാകുമ്പോൾ തന്നെ ആ ബാങ്ക് കേൾക്കുമ്പോൾ ഭക്ഷണം വായിലുണ്ടെങ്കിൽ അത് തുപ്പിക്കളയണമെന്ന് സലഫികൾ തന്നെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ വെള്ളം കുടിക്കുകയാണെങ്കിൽ കുടിക്കുന്നത് നിർത്തണമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത്. തെറ്റിദ്ധരിപ്പിക്കുന്ന ചില വീഡിയോകളാണിത്. അല്ലാഹു തആല ഇത്തരത്തിലുള്ള വഹാബി സ്ത്രീകളുടെ പ്രബോധനങ്ങളൊക്കെ അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ.